എപ്പോഴെങ്കിലുമൊക്കെ പുരോഗതിയിൽ നമ്മളിങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചൊരു പഴമയിലേക്ക് ഓടിച്ചെല്ലണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പണ്ട് കാത്തിരിപ്പുകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരെഴുത്തെഴുതി നമ്മൾ ആഗ്രഹിക്കുന്ന ആളിൽ എത്തിച്ചേർന്ന് ആ വായനയ്ക്ക് ശേഷം അവർ മറുപടി അയച്ച് നമ്മുടെ അടുത്തേക്ക് തിരിച്ച് എത്തുന്നത് വരെയുള്ളൊരു കാത്തിരിപ്പ്. വലിയൊരു ടോളറൻസാണ് നമുക്ക് അതിന് വേണ്ടത്. ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഒന്ന് ഗ്രൂപ്പിൽ എടുത്തിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൽ ഒരു ഹാപ്പി ക്രിസ്മസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് പരിചയമുള്ള എല്ലാ ആൾക്കാരിലേക്കും ആ ഹാപ്പി ക്രിസ്മസ് എത്തി. നമ്മളത് അയച്ച വ്യക്തികളെ പോലും ഒരുപക്ഷെ ഓർക്കാറില്ല. ഞാൻ എൻ്റേതായ ഭാഷയിൽ എനിക്കിഷ്ടപ്പെട്ട ആളുകളോട് സംവദിക്കുന്നതിന് എനിക്കൊരു ഹൃദയത്തിൻ്റെ ഭാഷയുണ്ടല്ലേ. ആ ഒരു ഹൃദയത്തിൻ്റെ ഭാഷ വീണ്ടും നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചേരണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയ കുറച്ച് കുട്ടികൾക്ക് ഈ കാർഡ് ഞാൻ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് കുറേ കാലങ്ങളായിട്ട് എല്ലാവരും വിസ്മരിക്കപ്പെട്ടു പോയ ഒരു സ്നേഹപ്രകടനത്തിൻ്റെ മാർഗമായിരുന്നു എഴുത്തുകൾ. എനിക്കിപ്പോഴും എഴുത്തെഴുതാൻ വലിയ ഇഷ്ടമാണ്. എഴുത്തുകൾ കിട്ടാൻ ഇഷ്ടമാണ്, അത് റിസീവ് ചെയ്യാൻ ഇഷ്ടമാണ്, എഴുത്തുകൾ അയക്കാനും ഇഷ്ടമാണ്. പലപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഇപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ നമ്മളെപ്പോഴും ഒരു വരി അല്ലെങ്കിൽ അരവരി അല്ലെങ്കിൽ ഹൗ ആർ യു എന്നുള്ളതിന് HRU അങ്ങനെ വളരെ ചുരുങ്ങി ഐ ഡോണ്ട് നോ IDK TBH ടു ബി ഓണസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിങ്ങനെ വളരെയധികം ചുരുക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ അറിയാം, ഇങ്ങനെ ചുരുങ്ങി കവിതാക്കളുടെ പ്രണയത്തിൻ്റെ ദൈർഘ്യം പോലും വളരെ ചുരുങ്ങിപ്പോയി. പണ്ട് കാത്തിരിപ്പുകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരെഴുത്തെഴുതി ആ അഡ്രസ്സൊക്കെ എഴുതി ഇവിടുന്ന് പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി നമ്മളിട്ട് ആ എഴുത്ത് പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോയി നമ്മൾ ആഗ്രഹിക്കുന്ന ആളിൽ എത്തിച്ചേർന്ന് അവരത് വായിക്കുന്നതും സങ്കല്പിച്ച് ആ വായനയ്ക്ക് ശേഷം അവർ മറുപടി അയച്ച് അത് വീണ്ടും പോസ്റ്റ് ബോക്സിലെത്തി അവിടുന്ന് കുറച്ച് യാത്രയൊക്കെ ചെയ്ത് നമ്മുടെ അടുത്തേക്ക് തിരിച്ച് എത്തുന്നത് വരെയുള്ളൊരു കാത്തിരിപ്പ്. വലിയൊരു ടോളറൻസാണ് നമുക്ക് അതിന് വേണ്ടത്, വലിയൊരു സഹിഷ്ണുത. എനിക്ക് തോന്നുന്നു കാലം പുരോഗമിക്കും തോറും നമുക്ക് ചിലപ്പോൾ ആ സഹിഷ്ണുത കുറയുകയാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, റീലൊക്കെ 30 സെക്കൻഡ് 60 സെക്കൻഡിൽ നമ്മളിങ്ങനെ സ്വൈപ്പപ്പ് ചെയ്ത് കുറച്ചധികം നേരം സംസാരിക്കുന്ന ഒരു വീഡിയോ ഒന്നും ചിലപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പലപ്പോഴും ഇഷ്ടം തോന്നില്ല. അതിൻ്റെ കാരണവും ഒരുപക്ഷെ നമ്മളിൽ നിന്നും ഇത്തരത്തിലുള്ള നല്ല ശീലങ്ങൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ആശയം തോന്നി. ഈ ക്രിസ്മസിന് ഞങ്ങളൊക്കെ ക്രിസ്മസ് കാലങ്ങളിൽ ഇതുപോലെ കൂട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് കാർഡ്സ് ഇതുപോലെ അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പം നമ്മൾ കൂട്ടുകാർക്ക് കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പോസ്റ്റ് കാർഡുകളാണ്, ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഇന്നിപ്പോൾ എറണാകുളത്ത് ആര്യ ലക്ഷ്മിയൊക്കെ ബ്രോഡ്വേയിലൊക്കെ ഒരുപാട് നേരം നടന്നിട്ടും നല്ല ക്രിസ്മസ് കാർഡുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ പല കടകളിലൊക്കെ ഇവർ കയറി ഇറങ്ങി, എവിടെയും ഇല്ല ക്രിസ്മസ് കാർഡുകളൊന്നും. കാരണം ആർക്കും അയക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു നമ്മുടെ കാലത്ത്. കാരണം ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഒന്ന് ഗ്രൂപ്പിൽ എടുത്തിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൽ ഒരു ഹാപ്പി ക്രിസ്മസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് പരിചയമുള്ള എല്ലാ ആൾക്കാരിലേക്കും ആ ഹാപ്പി ക്രിസ്മസ് എത്തി. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഉത്സവങ്ങൾക്കും ഈ ഫെസ്റ്റിവൽസിനൊക്കെ വരുന്ന അല്ലെങ്കിൽ ന്യൂ ഇയറിന് വരുന്ന ഈ മെസ്സേജുകൾ നമ്മൾ ശരിക്കും താങ്ക് യു സെയിം ടു യു എന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു സ്മൈലി ഇട്ട് നമ്മൾ അവിടെ അവസാനിപ്പിക്കും. നമ്മളത് അയച്ച വ്യക്തികളെ പോലും ഒരുപക്ഷെ ഓർക്കാറില്ല. ചില ആൾക്കാർ വളരെ പെയിൻ എടുത്ത് 2 വരി എഴുതി അയക്കും, അവർക്ക് മാത്രം നമ്മളൊന്ന് മറുപടി അയക്കും. ബാക്കി ഫോർവേഡഡ് മെസ്സേജുകൾ ഇഷ്ടംപോലെ AI കൂടി വന്നതിന് ശേഷം നമുക്ക് എന്താണോ ആവശ്യം അത്തരത്തിലുള്ള എല്ലാ മെസ്സേജും കിട്ടും. പക്ഷെ മനസ്സിൻ്റെ ഭാഷയായ സ്നേഹം, അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നൊരു സന്തോഷം, അതിന് നൽകാൻ കഴിയുന്ന ഒരു ഹാപ്പിനെസ്, അതൊരിക്കലും ഒരു AIക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റേതായ ഭാഷയിൽ എനിക്കിഷ്ടപ്പെട്ട ആളുകളോട് സംവദിക്കുന്നതിന് എനിക്കൊരു ഹൃദയത്തിൻ്റെ ഭാഷയുണ്ടല്ലേ. ആ ഒരു ഹൃദയത്തിൻ്റെ ഭാഷ വീണ്ടും നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചേരണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പഴയ നമ്മുടെ ക്രിസ്മസ് കാർഡുകൾ ഇത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. കാരണം അന്നൊക്കെ കണ്ടോ, ഈ സാധനം ഉണ്ടല്ലോ,
ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ പാട്ട് കേൾക്കുന്ന ടൈപ്പിലുള്ള ഒരു ക്രിസ്മസ് കാർഡ് വാങ്ങിക്കാൻ അന്നൊക്കെ വളരെ വില കൂടുതലായിരുന്നു. ഇന്നിപ്പോൾ എന്തോ 50 രൂപയാണ് ഇതിന്. അപ്പോൾ അന്ന് നമ്മുടെ കയ്യിലൊന്നും അത്രയും പൈസയില്ല, പൈസയ്ക്കൊക്കെ വലിയ വിലയുള്ള കാലം. അപ്പോൾ അന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും, പിന്നെ തുറക്കുമ്പോൾ ഇങ്ങനെ ലെയറായിട്ടൊക്കെ വരുന്ന ക്രിസ്മസ് കാർഡുകളുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വലിയ ആഗ്രഹങ്ങളാണ്. ഇപ്പോഴും വളരെ ചുരുക്കം ചില ആൾക്കാർ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇത്തരം സാധനങ്ങൾ വളരെ എക്സ്പെൻസീവ് റേറ്റ്സിലൊക്കെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്, കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ. പക്ഷേ ഈ കസ്റ്റമൈസ് ഒക്കെ ചെയ്ത് ഈ സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് അതുള്ളൊരു റിഫൈൻഡ് സ്റ്റേറ്റിലേക്ക് പോയി. പക്ഷെ പണ്ട് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്നൊന്നുമല്ല, സർവ്വസുലഭമായിട്ട് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ പുരോഗതിയിൽ നമ്മളിങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചൊരു പഴമയിലേക്ക് ഓടിച്ചെല്ലണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു പക്ഷേ കൗതുകം ഉണർത്തുന്നത് ഞാൻ വളരെ മെച്ചുവേർഡായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും അയച്ചാൽ ചിലപ്പോൾ അവർക്കത് അത്ര വലിയ കൗതുകമൊന്നും തോന്നില്ല. പക്ഷേ ഇതുവരെ എഴുത്ത് കിട്ടിയിട്ടില്ലാത്ത എനിക്ക് പരിചയമുള്ള ഒരു 3-4 കുട്ടികൾ, ആകെ ഇത്രയും കാർഡ്സേ നമുക്ക് കിട്ടിയുള്ളൂ അന്വേഷിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയ കുറച്ച് കുട്ടികൾക്ക് ഈ കാർഡ് ഞാൻ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസ അവരെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട്. ആദ്യത്തെ എഴുത്ത് എനിക്ക് പരിചയമുള്ള എൻ്റെ കൂട്ടുകാരി വീണയുടെ മകൻ കെഗൂനാണ്. മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. I am sure that you might not have received a card like this, and I am reliving this nostalgia, and I want all of you to again start writing letters to the loved ones. Writing is an emotion. Love, Navyanti. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ. റൈറ്റിംഗ് ഈസ് എൻ ഇമോഷൻ. സോ അടുത്തത് ടു ഡിയർ കൺമണിക്കുട്ടി. മുക്ത എന്ന് പറഞ്ഞ ആക്ട്രസിൻ്റെ മകളാണ് കൺമണിക്കുട്ടി. അവളുടെ കൺമണിക്കുട്ടി എന്നുള്ള പേരേ എനിക്ക് അറിയുള്ളൂ. കൺമണിക്കുട്ടി ഒരുപാട് വീഡിയോസും റീലും ഒക്കെ ചെയ്യുന്ന ഒരു സുന്ദരി മോളാണ്. അവൾക്ക് ഞാൻ വിചാരിച്ചു ഒരു ലെറ്റർ എഴുതാമെന്ന്. മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. May you become a great artist with all your talents. I see all your reels and videos and I want you to be soon an actress. Love, Navyanti. അടുത്തത് എനിക്ക് പ്രിയപ്പെട്ട ബോധിക്കുട്ടിക്ക്. ഇത് ഞാൻ മലയാളത്തിൽ എഴുതിയത്, കാരണം ബോധിയുടെ അമ്മയ്ക്ക് മലയാളം നന്നായിട്ട് അറിയാം, അതുകൊണ്ട് വായിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയാം. ബോധിയുടെ അമ്മ ലക്ഷ്മിയാണ്. നവ്യ ആൻറ്റിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഇനിയും ഒരുപാട് കൃഷ്ണനെയും രാധയെയും വരയ്ക്കാൻ കുഞ്ഞിന് കഴിയട്ടെ. വലിയ കലാകാരിയാവട്ടെ, നാടിന് അഭിമാനമാവട്ടെ. വിത്ത് ലവ്, നവ്യ. ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു ദിവസം ലാല റിലേഷൻസിൻ്റെ ഇവരുടെ ഓഫീസിൽ പോയപ്പോൾ സ്കൂളിൽ പോയിട്ട് ബോധിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് അവളുടെ ബുക്കിൽ പെന്നുകൊണ്ട്, അതായത് കുട്ടികളൊക്കെ ഒരു വര വരയ്ക്കാൻ തന്നെ പാടുപെടുമ്പോൾ കൃഷ്ണനും രാധയും എല്ലാം മനസ്സിൽ നിന്ന്, അതായത് മരത്തിനടിയിലിരിക്കുന്ന കൃഷ്ണൻ, ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ, അവൾക്ക് കൈ പോകുന്നതും ഓടക്കുഴൽ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ മുടിയും, കാലിങ്ങനെ വെക്കുന്ന കൃഷ്ണൻ്റെ കാലൊക്കെ പ്രീ പ്ലാൻഡാണ്. വരച്ച് നമ്മൾ ആലോചിക്കൊണ്ട് ഒരു പടം കണ്ട് നമ്മൾ വരയ്ക്കുന്നതിലല്ല, മറിച്ച് ഒരു ചിത്രം മനസ്സിൽ പതിഞ്ഞിട്ട് ആ ചിത്രം പേപ്പറിലേക്ക് വരയ്ക്കുന്നിടത്താണ് ഒരു ആർട്ടിസ്റ്റ്. എനിക്ക് വരയ്ക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു വലിയ കഴിവുള്ളൊരു കുട്ടിയാണ് ബോധിക്കുട്ടിയെ. അവൾ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഐ റിയലി വോണ്ട് ലക്ഷ്മി ഉടൻ തന്നെ അവളെ ഒരു ഡ്രോയിങ് ക്ലാസ്സിന് ചേർക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ലക്ഷ്മി, എന്നാലും ഞാൻ പറയുകയാണ്, ബോധിക്കുട്ടി എത്രയും പെട്ടെന്ന് ഡ്രോയിങ് പഠിക്കട്ടെ, വലിയൊരു ആർട്ടിസ്റ്റായിട്ട് മാറട്ടെ. ഓക്കെ, അടുത്തത് ടു മൈ ഡിയർ ദക്ഷ്. I don't know how to thank you for the love you have for me. It's so unconditional and I love you forever. ഇത് ദക്ഷ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി വേണുഗോപാൽ എന്ന് പറഞ്ഞ എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുടെ മകനാണ്. ദക്ഷ് ഞാൻ കിടിലം ചെയ്യുന്ന സമയം മുതൽ നവ്യ നായർ എന്ന് പറഞ്ഞ കിടിലം മുഴുവൻ കാണും. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കണ്ണുകളൊക്കെ ഉള്ള ഒരു ചക്കര മോനാണ്. എന്നെ കാണാൻ ട്രിവാൻഡ്രത്ത് വന്നിരുന്നു. അവൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സ്നേഹമാണ്. അത്തരം കുട്ടികളും അവരുടെ സ്നേഹവും സ്നേഹിക്കുന്ന ആൾക്കാരുമാണ് ഒരു കലാകാരിക്ക് ഏറ്റവും വലിയ ഊർജ്ജം പകരുന്നത്. അങ്ങനെ ദക്ഷകുട്ടൻ എൻ്റെ റൂമിലൊക്കെ വന്ന് എന്നെ നവ്യ നായരേ എന്നൊക്കെ വിളിച്ച് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നതും എൻ്റെ കൂടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചതൊക്കെ എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയാണ്. അപ്പോൾ അവർക്കൊക്കെയാണ് ശരിക്കും ഇത്തരത്തിലുള്ളൊരു ക്രിസ്മസ് കാർഡ് എനിക്ക് അയക്കണമെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഇവരുടെയൊക്കെ അഡ്രസ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ദക്ഷന് എല്ലാ വിധത്തിലുള്ള സ്നേഹവും ഐശ്വര്യവും ഈശ്വരൻ ബുദ്ധിയും ശക്തിയും ഒക്കെ ഈശ്വരൻ തരട്ടെ എന്ന് നവ്യ ആൻറ്റി പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം അത് ഒരിക്കലും അമ്മമാർക്ക് മക്കളോടൊക്കെ തോന്നുന്ന സ്നേഹമാണ്. പക്ഷേ ഉറപ്പായിട്ടും ദക്ഷ വളർന്നു കഴിയുമ്പോൾ ദക്ഷിന് ചിലപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ചമ്മലും നാണവും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും ആ കുഞ്ഞിനെ പറ്റി ലക്ഷ്മി എന്ന് വെച്ചാൽ ദക്ഷിൻ്റെ അമ്മയുടെ പേരാണ് ലക്ഷ്മി വേണുഗോപാൽ. അവർ പറയുകയും ഞാനിത് അറിയുകയും അത്രയും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എന്നെ കാണിക്കാനായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ലക്ഷ്മിയെ മോനെ കൊണ്ടുവരികയും തിരിച്ച് പോകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം തിരിച്ചു വരാം. ശരി, എനിക്കന്നൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവൻ ഭയങ്കര കരഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് പോയത്. എന്തായാലും ആ മെമ്മറീസൊക്കെ ഞാനിപ്പം ആ ഓർമ്മകളിൽ കൂടെ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ദക്ഷിനും ആൻറ്റിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. അടുത്തത് ഇത് അമ്മുക്കുട്ടിക്കാണ് ഈ ക്രിസ്മസ് ലെറ്റർ. അമ്മുക്കുട്ടി എന്ന് പറഞ്ഞാൽ സായിക്കുട്ടനെ കാട്ടി മൂത്താണോ? 1 വയസ്സ് 2 വയസ്സ് അല്ലേ അമ്മുക്കുട്ടി? അമ്മുക്കുട്ടി 10th എനിക്ക് തോന്നുന്നത്. അവളുടെ പിള്ളേരെ എല്ലാം സ്കൂളിൽ എനിക്ക് മറന്നു പോകും, സായിക്കുട്ടൻ്റെ അടക്കം. പോർഷൻസ് എനിക്കറിയായിരിക്കും, പക്ഷെ ക്ലാസ്സിൻ്റെ എണ്ണം ക്ലാസ് ഏതാണെന്ന് ഞാൻ മറന്നു പോകും. അപ്പോൾ അമ്മുക്കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സ്നേഹമുള്ള എൻ്റെ കുടുംബ സുഹൃത്തായ ദിനേശ് ഭാസ്കർ, നമ്മൾ സഖാവേ എന്നാണ് വിളിക്കുന്നത്, മേജർ ദിനേശ് ഭാസ്കർ. അപ്പം സഖാവിൻ്റെ മകളാണ് അമ്മുക്കുട്ടി. അപ്പോൾ ഞാൻ അമ്മുക്കുട്ടിക്ക് എഴുതിയിരിക്കുന്ന എഴുത്ത് ഇതാണ്. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ഐ എം ഷുവർ യു മൈറ്റ് നോട്ട് ഹാവ് റിസീവ്ഡ് എ ക്രിസ്മസ് ലെറ്റർ ഫ്രം എനി വൺ. ഫോർ മീ ഓൾസോ ഐ എം റീലിവിങ് ത്രൂ ദിസ് നൊസ്റ്റാൾജിയ. ലോട്ട്സ് ഓഫ് ലവ് ടു ലേഖ ചേച്ചി, അമ്മ, ആൻഡ് അബവ് ഓൾ സഖാവ്. ഹാപ്പി ന്യൂ ഇയർ. ലവ്, നവ്യ. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഓർമ്മിക്കുകയാണ്. സഖാവിൻ്റെ ബ്രദർ വളരെ ചെറുപ്പത്തിൽ തന്നെ കോവിഡിൻ്റെ സമയത്ത് പെട്ടെന്ന് മരണപ്പെട്ടു പോയ ഒരാളാണ്. ഓണം സമയത്തായിരുന്നു അദ്ദേഹം, കോവിഡിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു ഓണം സമയത്താണ് മരണപ്പെട്ടു പോയത്. അപ്പോൾ സഖാവിൻ്റെ അമ്മ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ അതിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒഫീഷ്യൽ മെമ്പേഴ്സിൽ ഒരു ആളാണ്. അപ്പം തുളസി ആൻറ്റി എന്നാണ് പേര്. അപ്പോൾ തുളസി ആൻറ്റി മിക്കവാറും മകന് ഫേസ്ബുക്കിൽ എഴുത്തുകൾ എഴുതും. ഇപ്പോൾ ഈ എഴുത്തിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ച് വന്നപ്പോൾ ആ എഴുത്തുകൾ ഞാൻ ഓർക്കുകയാണ്. അതായത് ഓരോ എഴുത്തും, മോനെ നീ എവിടെയാണ്, നീ ദൂരെ ഇരുന്ന് അമ്മയുടെ വിഷമങ്ങൾ അറിയുന്നുണ്ടോ, മോനും അച്ഛനും സുഖമായിട്ടാണോ അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച എഴുത്തുകളാണ്, തുറന്ന എഴുത്തുകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എഴുത്തുകളോട് അത്ര പ്രിയമുണ്ട്. ഓരോ എഴുത്തും കണ്ണ് നിറയാതെ എനിക്ക് തോന്നുന്നില്ല ഒരു തീരെ പരിചയമില്ലാത്ത ഒരാൾക്ക് പോലും കണ്ണ് നിറയാതെ ആ എഴുത്തുകൾ വായിച്ചു തീർക്കാൻ സാധിക്കില്ല. ഇന്നലെയും കൂടി അത്തരത്തിലൊരു എഴുത്ത് തുളസി ആൻറ്റി എഴുതിയിട്ട് അത് ഞാൻ വായിച്ചതേ ഉള്ളൂ. അപ്പോൾ അതും ഞാൻ ആൻറ്റിയും എൻ്റെ പ്രാർത്ഥനകളിൽ ഈ നഷ്ടം ഒരിക്കലും പുത്രദുഃഖമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം എന്ന് ആൻറ്റി എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെ, നമ്മൾ മക്കൾ മരിക്കുമ്പോഴാണ് അത് നമ്മൾ ജീവിച്ചിരിക്കുക മക്കളെന്ന് പറയുന്ന അതൊരു വല്ലാത്തൊരു ഫേസാണ്. ഇതേ ഫേസിലൂടെ കടന്നുപോയ മറ്റൊരാളെ എനിക്കറിയാം, എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ജീവിച്ചിരിക്കുമ്പോഴാണ് അവരുടെ മൂന്നാമത്തെ മകനായ എൻ്റെ വല്യച്ഛൻ, എൻ്റെ അച്ഛൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ലുക്കീമിയ വന്നിട്ട് വല്യച്ഛൻ മരിച്ചു പോകുന്നത്. വല്യച്ഛൻ മരിച്ചു പോയപ്പോൾ എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് കരഞ്ഞത് ഇതാണ്: ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എൻ്റെ മോനെ എന്തിനാണ് കൊണ്ടുപോയത് ഈശ്വരന്മാരെ എന്ന് ചോദിച്ചിട്ടാണ് അമ്മൂമ്മ കരഞ്ഞത്. അപ്പം അമ്മൂമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ ജീവിച്ചിരിക്കുക, എൻ്റെ പുത്രദുഃഖമാണ് ഏറ്റവും, ഇങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുക നമ്മുടെ മക്കൾ മരിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. അപ്പോൾ ആ ദുഃഖം ഉള്ള ഒരുപാട് പേര് ഓഫ് കോഴ്സ് നമ്മുടെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ നമുക്കെപ്പോഴും ഇഷ്ടം എന്താ? എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാനാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് ഒന്ന് മാത്രം പറയുന്നു: ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവം ഏറ്റവും ആദ്യം വിളിക്കും എന്നുള്ള നമ്മുടെ ഒരു സമാധാനം നിങ്ങളോട് വീണ്ടും പറയുകയാണ്. അപ്പോൾ അടുത്ത ലെറ്ററിലേക്ക് കിടക്കാം. അതാർക്കാം? ഓക്കെ, ഇത് സർഗക്കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മനോരമയിൽ കിടിലം എന്ന പ്രോഗ്രാമിൽ ആദ്യത്തെ എപ്പിസോഡിൽ ആണ് സർഗക്കുട്ടി വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആദ്യത്തെ എപ്പിസോഡിൽ വന്ന് ഞങ്ങളെ ഞെട്ടിച്ച് കിടിലം വാങ്ങിക്കൊണ്ടുപോയ ഒരു കൊച്ചു മിടുക്കിയാണ്. അവളുടെ പ്രത്യേകത, അവൾക്ക് ഭയങ്കര മെമ്മറി പവറാണ്. ഫോട്ടോസിൽ കാണുന്ന ആൾക്കാരെ, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ അവൾക്കറിയാം. അവളുടെ മെമ്മറി അത്ര നമ്മളിങ്ങനെ
പൊട്ടിപ്പോകുന്ന ഒരു മെമ്മറി ഉള്ളൊരു കുട്ടിയാണ് അവൾ. നന്നായിട്ട് കവിതകൾ എഴുതും. എന്ന് വെച്ചാൽ ഇത് 3.5 വയസ്സൊറ്റോ ആണ് നമ്മുടെ പ്രോഗ്രാമിന് വരുമ്പോൾ സർഗ്ഗക്കുട്ടിക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അവൾ LKG UKG ആണ്. അപ്പോൾ അന്ന് സർഗ്ഗക്കുട്ടിയുടെ അച്ഛൻ പെയിൻറ്റിങ് ചെയ്യുന്ന ആളാണ്, പെയിൻറ്റിങ് പണിക്ക് പോകുന്ന ആളാണ്. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, വളരെ ചുരുങ്ങിയ സാഹചര്യത്തിൽ ജീവിക്കുന്ന കുഞ്ഞാണ് സർഗ്ഗക്കുട്ടി. സർഗ്ഗക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ചപ്പോൾ വിമാനത്തിൽ പോകുന്നതായിരുന്നു. വിമാനത്തിൽ സർഗ്ഗക്കുട്ടിക്കും അമ്മയ്ക്കും അച്ഛനും കൂടി പറക്കാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. സർഗ്ഗക്കുട്ടിക്ക് അവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂർ ഹോട്ടലിൽ റൂം എടുത്ത് അവരവിടെയൊക്കെ താമസിച്ച് തിരിച്ച് അവിടുന്ന് അവരുടെ എന്താ പറയുക തിരിച്ചിങ്ങോട്ടുള്ള ഫ്ലൈറ്റൊക്കെ എടുത്തു കൊടുത്ത്. എനിക്കറിയില്ല, ഈ ഒരു ചെറിയ കാര്യം ഇതൊരു വലിയ കാര്യമല്ല, പക്ഷെ സർഗ്ഗക്കുട്ടിയുടെ മനസ്സിൽ അതൊരു വലിയ സന്തോഷമാണ്. അപ്പം അതിന് കാരണക്കാരിയാവാൻ കഴിഞ്ഞതിൽ എനിക്ക് തീർത്താൽ തീരാത്ത സന്തോഷമുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോണിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയും. അവളുടെ അമ്മ എൻ്റെ ഓരോ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളിലും സർഗ്ഗക്കുട്ടിയുടെ അമ്മ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്നും സർഗ്ഗക്കുട്ടിക്കൊരു സ്ഥാനം ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഈ ലെറ്റേഴ്സ് എഴുതാൻ തുടങ്ങിയതിൽ ആദ്യത്തെ പേര് ഞാൻ സർഗ്ഗക്കുട്ടിക്കായിരുന്നു എഴുതിയത്. ഞാൻ ഒരുപാട് അപ്പം ഈ ലെറ്റർ വായിക്കാം. പ്രിയപ്പെട്ട സർഗ്ഗക്കുട്ടിക്ക് ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ബഹുമാനിക്കാൻ ചിലപ്പോൾ നമുക്ക് പ്രായമൊന്നും വേണ്ട. ചില കുട്ടികൾ നമ്മളെ അതിശയിപ്പിക്കും. ആ അതിശയത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബഹുമാനം വരും. ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ കുഞ്ഞുമോൾക്ക് ഈശ്വരൻ ഇനിയും ഓർമ്മയും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ മോളുടെ ഏത് ആവശ്യത്തിനും എന്നും ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ വാക്കുകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ലവ്, നവ്യ. ഞാനെപ്പോഴും സർഗ്ഗക്കുട്ടിയോട് പറയും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈശ്വരൻ വളർത്തിട്ട് ജീവിക്കാൻ പറ്റട്ടെ. ഒരുപാട് പേരുടെ സഹായമുണ്ട്. കാരണം അവളൊരു മിടുക്കിയാണ്. അപ്പോൾ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ എല്ലാവരുടെയും സഹായം ഉള്ളപ്പോഴും എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് എൻ്റെ സർഗ്ഗക്കുട്ടിക്ക് ഒരു തോന്നൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു വെളിപ്പുറത്ത് ഞാനിവിടെ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ മുന്നിലിരുന്ന് ഈ ജസ്റ്റ് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ കുഞ്ഞുമക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മമാർ അവരുടെ മക്കളോട് പറയുക, നിങ്ങൾ കുറച്ച് കാർഡ് വാങ്ങി അവരുടെ കൂട്ടുകാർക്കോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ആർക്കാണെന്ന് വെച്ചാൽ ഒരു ക്രിസ്മസോ ന്യൂ ഇയറോ ഗ്രീറ്റിംഗ് നിങ്ങളും അയക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഉള്ളിലെ സ്നേഹം വാക്കുകളായി പുറത്തേക്ക് വരട്ടെ. ആ വാക്കുകൾ ഒരു പേനയിലൂടെ പേപ്പറിലേക്ക് പതിഞ്ഞ് അത് വായിക്കുന്നവൻ്റെ മനസ്സിൽ 1000 സന്തോഷം ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ലെറ്റേഴ്സും ഞാൻ അഡ്രസ്സൊക്കെ എഴുതി സീൽ വെച്ചു. എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കൂ. നല്ലൊരു സന്തോഷമായിരിക്കും എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും സന്തോഷമുള്ളൊരു വർഷം ഉണ്ടാവട്ടെ. ലവ് യു ഓൾ.